നമ്മുടെ ഇന്നത്തെ മരിയസാനം വിശേഷങ്ങളിലൊരു ഗസ്റ്റുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം പങ്കുചേരുന്നത് നമ്മുടെ മരിയസാനത്തിലെ പ്രിയങ്കരനായ കേശവൻകുട്ടി ചേട്ടനാണ്. കേശവൻകുട്ടി ചേട്ടന് 2022 മുതൽ ഇവിടെയുണ്ട്. അതിൻ്റെ ഏതാണ്ട് ഒരു 2 വർഷം മുമ്പ് പാലാ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ടൗണിലുള്ള യാചകരെ എല്ലാം പിടിച്ച് മരിയസാനത്തിൽ കൊണ്ടുവന്നതാണ്. മുനിസിപ്പാലിറ്റിയായിട്ട് ചേർന്ന് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, യാചക പുനരധിവാസം. സാധാരണ യാചകരെ നിരോധിക്കുകയാണ്, അത് മറിച്ച് നമ്മൾ യാചകരെ പുനരധിവസിപ്പിക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. തിരുവനന്തപുരം കരമന സ്വദേശിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പാലായി വന്നു. അങ്ങനെ മുനിസിപ്പാലിറ്റിക്കാരുടെ നോട്ടത്തിൽ വന്നു, മരിയസാനത്തിലാക്കി. ഒരു വലിയൊരു ക്രൗഡിനെ അവർ കൊണ്ടുവന്നത്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ആളായിരുന്നു പുള്ളി. പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് വീടൊക്കെ ഉള്ളതാണ്, എനിക്ക് പോകണം. അപ്പോൾ ഇത്തിരി ദുശീലങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കൊണ്ട് നാട്ടിൽ നിൽക്കാതെ ഇനി പോകുന്നതാണ്. അപ്പോൾ തിരിച്ച് പോകണമെന്ന് പറഞ്ഞു. അല്ല കേശവൻകുട്ടിയുടെ? അതെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു വിട്ടു. പിന്നീടൊരു 2-3 വർഷത്തിന് ശേഷം പുള്ളി നേരിട്ട് വരികയാണ്. സാറേ, എനിക്കിവിടെ നിൽക്കണം, സാറിൻ്റെ കൂടെ ഇനിയുള്ള കാലം ഞാൻ ജീവിക്കാം, അതാണ് എൻ്റെ തീരുമാനം. അങ്ങനെ വന്ന് ഇവിടെ നൈറ്റിൽ സെക്യൂരിറ്റി ആയിട്ട് 2002 മുതൽ ഇവിടെ ജോലി ചെയ്തു വന്നു. പിന്നെ ഈ മിറ്റങ്ങളെല്ലാം, നമ്മുടെ ഫ്രണ്ട് മിറ്റങ്ങളെല്ലാം കേശവൻകുട്ടി ചേട്ടൻ തന്നെ രാവിലെ അടിച്ച് വൃത്തിയാക്കി നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് എന്നിട്ടാണ് പോയി കിടക്കുന്നത്. പകൽ റെസ്റ്റ് ചെയ്യും, പിന്നെ വീണ്ടും ഒരു 5 മണിയാകുമ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് ഇറങ്ങി വരും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞ് ഷോർട്ട് ഫിലിമിലും ഇവിടുത്തെ ഓണാഘോഷങ്ങളിലും ഒക്കെ ചെറിയ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ല, പ്രശസ്ത സിനിമാ താരം അരിസ്റ്റോ സുരേഷ് ചേട്ടനുമായിട്ട് ഒരുമിച്ചായിരുന്നു അല്ലേ? ഞാൻ തമ്പാനൂർ റെസ്റ്റോറൻറ്റ് വർക്കേഴ്സിലും പുള്ളി അവിടെ ഈ റൂം വൈസ് സെക്ഷനിലും പെട്ടിയൊക്കെ ഇറക്കാൻ വേണ്ടിയൊക്കെ ആയിരുന്നു അരിസ്റ്റോയിൽ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വെള്ളമൊക്കെ അടിച്ചിങ്ങനെയൊക്കെ നടന്നതായിരുന്നു. തിരിച്ച് ഞാനൊരു സുപ്രഭാതത്തിൽ അവിടെ പുതിയ ബസ് സ്റ്റാൻഡ് വന്നപ്പോൾ എനിക്ക് അവിടെ ജോലി നഷ്ടപ്പെട്ട് അങ്ങനെ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് ഞാനിങ്ങനെ വണ്ടി കയറിയൊക്കെ കറങ്ങാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞ ഏകദേശം ഒരു 3.5 വർഷം മുമ്പ് ഇദ്ദേഹം തന്നെ മരിയസാനത്തിൽ വന്ന് നിൽക്കണം എന്ന് ആഗ്രഹിച്ചു വന്നു. ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്. ഈ അടുത്ത കാലത്ത് പെട്ടെന്നൊരു ശാരീരികമായ അസ്വസ്ഥതകൾ വന്നു. ഹോസ്പിറ്റലിൽ പോയി, ചങ്ങിന് വിഷമമായിരുന്നു. പരിശോധിച്ച് വന്നപ്പോൾ കിഡ്നിക്ക് 2ലും തകരാറുണ്ട്. അപ്പോൾ കിഡ്നി പ്രശ്നമായതിന് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ ഇത്രയും കാലമായിട്ട് വീട്ടിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് ഞാനിവിടെ ഒന്നും എത്തപ്പെട്ടില്ല. ഞാനങ്ങനെ ദയനീയാവസ്ഥയായപ്പോഴാണ് ഈ മരിയസാനത്തിൽ മുനിസിപ്പാലിറ്റിക്കാർ എന്നെ കൊണ്ടുവന്ന് ഞാനവിടെ സന്തോഷമായിട്ട് ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ എനിക്കൊരു വിറയലും ശ്വാസം മുട്ടൂലും കാലൊക്കെ ഒന്ന് സ്തംഭിച്ച് ഞാനവിടെ വീണത്. എനിക്ക് ഇതുപോലൊരു അവസരത്തിൽ ഈ അസുഖം വന്ന് ഞാൻ വീണപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഈ സാറാണ് ദൈവത്തെപ്പോലെ എന്നെ സഹായിച്ച് 3-4 ലക്ഷം രൂപ മുടക്കി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി 3 ആയിട്ട് ഞാനിപ്പോൾ എരിച്ചിരിക്കുന്ന കണ്ടീഷനാക്കിയത്. ആ സാറ് ദൈവത്തിന് തുല്യമാണ്. ഞാൻ ദൈവമൊന്നുമല്ല കേട്ടോ, കേശവൻ ചേട്ടനാണ് എന്നെ സംബന്ധിച്ച് ദൈവം. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യരിൽ ഈശ്വരൻ രൂപം കണ്ടുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ദൈവാനുഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങളെ നോക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഗുണമുള്ളത്. അതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ആൾക്കാരിങ്ങനെ പറയും ദൈവത്തെ പോലെ സാറ് ദൈവമാണ് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും പറയരുത്. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൃപയാണ് നമുക്കുള്ളത്, കരുണയും സ്നേഹവും ക്ഷമയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും. അത് ബൈബിളിലും ഖുറാനിലും ഗീതയിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഭാഗ്യവശാലും പലരും അത് കാണാതെ പോകുന്നു മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാര്യയുണ്ട്, വീട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരാരും അന്വേഷിച്ച് ഇതുവരെ വന്നിട്ടില്ല. എനിക്കൊരു ധൈര്യം തോന്നുന്നത്, ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ധൈര്യം മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ ഇറങ്ങിയാൽ നടക്കും എന്ത് കാര്യത്തിലും. അപ്പം അങ്ങനെ ഇവിടം വരെ ആളെ എഴുന്നേൽപ്പിച്ചിരുത്താൻ മാത്രമായിട്ടുണ്ട്. മരിയസാനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലും ഇത് ലോർഡ്സ് ഹോസ്പിറ്റൽസാണ്. ഇവിടെ ഒരുപാട് പേര് കിടപ്പ് രോഗികളുള്ള 30ഓളം പേര് ഇവിടെ കിടക്കുന്നുണ്ട്. അവരെല്ലാം മരണാസന്നനായ രോഗികളാണ്. ചിലരൊക്കെ കേശവൻ ചേട്ടൻ എഴുന്നേറ്റ് പോയാൽ എഴുന്നേറ്റ് പോകാറുണ്ട്. ചില ആളുകളൊക്കെ മരണപ്പെട്ടു പോകാറുണ്ട്. അവർക്ക് നല്ല ശുശ്രൂഷയും നല്ല ഒരു ഭാഗ്യമരണം എന്ന് പറയാം. നല്ല രീതിയിൽ കിടത്തിന്മേലോ വീടിൻ്റെ ഏതെങ്കിലും കോണിലോ കിടന്ന് മരിക്കാതെ അവർക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ പറ്റുന്നു. ഈ ലോഡ്സിൻ്റെ ഒരു വലിയ ഒരു സാക്ഷ്യം കൂടെയാണ് കേശവൻ ചേട്ടൻ. കേശവൻ ചേട്ടൻ വന്ന് കിടന്നതെന്ന് വളരെ മോശമായൊരു ശൈലിയായി. ഇവിടുത്തെ നേഴ്സുമാരുടെയും ശുശ്രൂഷകരുടെയൊക്കെ സഹായം കൊണ്ട്. അതിനേക്കാളുപരി ഇങ്ങനൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കി തന്ന രാജി മാത്യു ആൻഡ് കമ്പനി, ഹൈവേ കോൺട്രാക്ടേഴ്സാണ്, റോഡ് കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സാണ് ഇത്രയും പേരെ സംരക്ഷിക്കാൻ. ഇതിപ്പോൾ 30-ലധികം പേര് ഇവിടെ തന്നെയുണ്ട്. ഈ മാസം തന്നെ ഒരു പാലാ ടൗണിൽ
ഒരു പാലത്തിനടിയിൽ ആവശ്യമായിട്ട് കിടന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഒരാൾ ഇന്നലെ മരിച്ചിട്ടുണ്ട്. അയാൾ തമിഴ്നാടുകാരനാണെന്നൊക്കെ പറയുന്നു. പുള്ളിയുടെ പത്രത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. അജ്ഞാതനായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ 2-3 ദിവസം കഴിയുമ്പോൾ ശവം മറവ് ചെയ്യണം. ബന്ധുക്കളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക.